ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആ ക്വസ്റ്റ്യൻ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അതായത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ എഫ് എടുക്കുന്നു. ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ അനലിറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. പിന്നെ സിമ്പിൾ കണക്റ്റഡ് ഡൊമൈൻ ഡിയിൽ. ഓക്കെ, അതേപോലെ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ലൈയിങ് എൻറ്റയർലി വിത്തിൻ ഡി. അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഒരു ഫിഗർ വരയ്ക്കുന്ന ഇതാണ് നമ്മുടെ സി. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ. അതെവിടെയാണ് ലൈ ചെയ്യുന്നത്? ലൈ വിത്തിൻ ദ ഡൊമൈൻ ഡിയിലാണ്. അതേപോലെ തന്നെ ഇഫ് ഇസഡ് നോട്ട് ഈസ് എനി പോയിൻ്റ് വിത്തിൻ സി. ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഈ എന്താണ്? ഈ സി എന്ന് പറയുന്ന റീജിയൻ ഉണ്ടല്ലോ, അതിനുള്ളിലാണ് എന്താണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ഒരു കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുണ്ട്. അതായത് എഫ് ഓഫ് ഇസഡ് നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ്. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. ശരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 2πiനെ കൂടി ഇവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഇസഡ് നോട്ട് ഇൻറ്റു 2πi അല്ലെങ്കിൽ 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ ഇസഡ് നോട്ട് ഉണ്ടല്ലോ, ഈ ഇസഡ് നോട്ട് എന്ന് പറയുന്ന പോയിൻ്റ് എപ്പോഴും ഈ സി നമ്മൾ വരയ്ക്കുന്ന ആ ഒരു റീജിയൻ ഉള്ളിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഇസഡ് നോട്ട് ഈ സിയുടെ പുറത്താണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. അപ്പം നമ്മൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പം അതിൽ നിന്ന് നമ്മൾ ഇസഡ് നോട്ട് കണ്ടുപിടിക്കും. ആ ഇസഡ് നോട്ട് നമുക്കൊരു റീജിയനും ക്വസ്റ്റ്യന് തന്നിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ റീജിയൻ എന്താണെന്നുള്ളത് മിക്ക കേസിലും അതൊരു സർക്കിളായിരിക്കും തരിക. അപ്പോൾ ആ റീജിയൻ ഉള്ളിലാണോ ഇസഡ് നോട്ട്, പുറത്താണോ ഇസഡ് നോട്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട രീതിയും ഉണ്ട്. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകും. ചില സമയത്ത് ഈ ഇസഡ് നോട്ടിന് 2 വാല്യൂസ് ഉണ്ടാവും. മിക്ക കേസിലും 2 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ 2 വാല്യൂസും ഈ സിയുടെ ഉള്ളിലാണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യുക. ചില കേസിൽ ഒരെണ്ണം ഉള്ളിലും ഒരെണ്ണം പുറത്തുമായിട്ട് വരും. അപ്പോൾ ഉള്ളിലുള്ള ആളിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ചില കേസിൽ രണ്ടും പുറത്തായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും വരിക. ചില കേസിൽ 2 ഉള്ളിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് ഇസഡ് നോട്ടിന് 2 വാല്യൂസ് ഉണ്ടാവുമല്ലോ. ആ 2 വാല്യൂസിനും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? 2πi ഇൻറ്റു ആ 2 ഇസഡ് നോട്ട് 1ഉം പ്ലസ് ഇസഡ് നോട്ട് 2ഉം കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 വെയർ സി ഈസ് ദ സർക്കിൾ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ ഇത് പറയുന്നതിന് മുമ്പായിട്ടൊരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മോഡ് ഇസഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിളിനെയാണ് സൂചിപ്പിക്കുന്നത്.
ഒരു സർക്കിളിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എ ആയിരിക്കും. അതേപോലെ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ 6 ആയിരിക്കും. അപ്പോൾ mod z - a = 6 എന്ന് പറഞ്ഞാൽ ആ റീജിയൻ എന്താണ്? ഒരു സർക്കിൾ വിത്ത് സെൻറ്റർ എ ആൻഡ് റേഡിയസ് 6 ആണ് മീൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് mod z = 6 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചോ, അതും ഒരു സർക്കിളാണ്. കാരണം ഈ mod z-നെ നമുക്ക് mod z - 0 = 6 എന്ന് എഴുതാൻ പറ്റും. അവിടെ സെൻറ്റർ എന്താ? അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത് 0-യും റേഡിയസ് 6-ഉമാണ്. അപ്പോൾ ഈ mod z = 6 മീൻസ് ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് 0 അല്ലെങ്കിൽ ഒറിജിൻ ആൻഡ് റേഡിയസ് 6 ആയിരിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി dz/z² + 1 ആണ്. അതേപോലെ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ സി എന്ന് പറയുന്ന ഒരു സർക്കിളാണ്, അതായത് mod z = 3. അപ്പോൾ ഈ mod z = 3 മീൻസ് ഇറ്റ് ഈസ് എ സർക്കിളാണെന്ന് അറിയാമല്ലോ. ഇറ്റ് ഈസ് എ സർക്കിൾ വിത്ത് സെൻറ്റർ എവിടെയായിരിക്കും? സെൻറ്റർ അറ്റ് ഒറിജിനിൽ സെൻറ്റർ ഉള്ളതും റേഡിയസ് 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ റീജിയനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ നമുക്കത് വേണേൽ നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. അതായത് XY ആക്സിസ് എടുക്കുന്നു. ഇത് 0 ഒറിജിനാണ്. 1 2 3. ഇവിടേക്ക് വരുമ്പം -1 -2 -3. ഇവിടേക്ക് വരുമ്പം ഇമാജിനറി ലൈനാണ് i 2i 3i. ഇവിടേക്ക് പോകുമ്പോൾ -i -2i -3i. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സർക്കിൾ എന്താ? സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇതാ ഇവിടെയാണ്. ആൻഡ് റേഡിയസ് എത്രയാ? 3 ആണ് വരുന്നത്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും റേഡിയസ് എത്രയാ? 3 അല്ലേ? അപ്പോൾ ഇവിടെ വരും ഒരു പോയിൻ്റ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വരും. ഇവിടെ നിന്നും 3 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരും. ഇവിടെ നിന്നും 3 ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരും. അതായത് നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റീജിയൻ സി. ഇത് നമ്മൾ കറക്റ്റ് അളവെടുത്ത് വരച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു സർക്കിളായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും. കറക്റ്റ് അളവൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ റീജിയൻ ഓക്കെ ആയി. നമുക്ക് റീജിയനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Z0 എന്ന് പറഞ്ഞ പോയിൻ്റ് കണ്ടുപിടിക്കണം. ആ Z0 അനുസരിച്ചാണ് ഇനിയും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം ടു ഫൈൻഡ് Z0, ഇനി Z0 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ Z² + 1 അല്ലേ? Z² + 1. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഇക്വേറ്റ് ചെയ്യണം? 0 എന്ന് കൊടുക്കണം. പുട്ട് Z² + 1 = 0. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഡിനോമിനേറ്ററിനെ 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് Z² +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആകും. അപ്പോൾ Z ± √(-1), ദാറ്റ് ഈസ് ± i എന്ന് വരുമല്ലോ. √(-1)നെ i കൊണ്ടാണല്ലോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇസഡിന് എത്ര വാല്യൂ കിട്ടി? ±i. അതായത് Z0 എത്ര വാല്യൂ വന്നു? 2 വാല്യൂ വന്നു, +i-യും -i-യും. അപ്പോൾ Z0 കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയല്ലോ. നമ്മുടെ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് Z0 വാല്യൂ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ പറയുന്ന Z0 നമ്മുടെ റീജിയണിന് ഉള്ളിലാണോ പുറത്താണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് +i നോക്കാം. ഈ +i എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയല്ലേ +i കിടക്കുന്നത്? നമ്മുടെ സി എന്ന് പറയുന്ന ഈ സർക്കിള് ആ ഒരു റീജിയൻ ഉള്ളിലായി കിടക്കുന്നത്. പിന്നെ -i എവിടെയാണ്? ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? അതും നമ്മുടെ സി എന്ന് പറയുന്ന റീജിയൻ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ 2 Z0 എവിടെയാണ് കിടക്കുന്നത്? സർക്കിളിനുള്ളിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്താ പറയുന്നത്? ഇൻ്റഗ്രൽ ഓവർ സി
എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ടാണ്. നമുക്ക് ഇസഡ് നോട്ടിന് 2 വാല്യൂസ് ഉണ്ട്. അപ്പം നമുക്ക് 2 വാല്യൂസിനും, അതായത് 2 ഇസഡ് നോട്ടിനും നമ്മൾ എഫ് ഓഫ് ഇസഡ് നോട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എഫ് ഓഫ് ഇസഡ് നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് ഇസഡ് വേണമല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ശരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/z² + 1 dz ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. z² + 1. ഇതിൽ നിന്നും എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ ഒരു കേസിൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഫോമിലാണ് കിടക്കുന്നത്. ആ ഫോമിലേക്ക് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനെ മാറ്റണം. അതായത് ഇവിടുത്തെ z² + 1 അല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നോക്കിയേ, ഇൻ്റഗ്രൽ ഓവർ c 1 ഡിവൈഡഡ് ബൈ ഈ z² + 1നെ നമുക്ക് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ എന്ന് എഴുതാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നോക്കിക്കോ. ഇസഡ് ഇൻറ്റു z² വരും, പ്ലസ് ഇസഡ് ഇൻറ്റു മൈനസ് ഐ മൈനസ് ഇസഡ് ഐ, ദെൻ ഐ ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് ഐ, ദെൻ ഐ ഇൻറ്റു മൈനസ് i² എന്ന് വരും. ദാറ്റ് ഈസ് z². ഈ മൈനസ് ഇസഡ് ഐയും പ്ലസ് ഐയും പ്ലസ് ഇസഡ് ഐയും ക്യാൻസൽ ആകും. മൈനസ് i² വാല്യൂ -1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ √(-1) ആണെങ്കിൽ i² √(-1) the whole square -1. ദാറ്റ് ഈസ് z² + 1 എന്ന് കിട്ടിയില്ലേ? അപ്പം നിങ്ങൾ ഇതങ്ങ് മനസ്സിലാക്കി വെക്കുക. z² + 1നെ നമുക്ക് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ എന്ന് എഴുതാനായിട്ട് പറ്റും. ആ ഒരു ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി. ഇനി നോക്കിക്കേ, നമുക്ക് ഓരോരുത്തരെ ആയിട്ട് എടുക്കാം. ഫസ്റ്റ് നമുക്ക് z0 = i എന്ന് പറയുന്ന ആളിനെ എടുക്കാം. അപ്പോൾ z0 = i എന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ കണ്ടോ, ഈ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റണമല്ലോ. അതിൻ്റെ ഡിനോമിനേറ്റർ z മൈനസ് z0. ഇവിടെ z0 i. അപ്പോൾ z മൈനസ് z0 എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്ത z0 i ആകുമ്പം നമുക്ക് ഡിനോമിനേറ്റർ z മൈനസ് i മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഫോം കിടക്കുന്നത്, നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോം കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ഈ ഒരാളിനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കുക. അപ്പോൾ എങ്ങനെ മാറ്റിയെടുക്കാം? ഇൻ്റഗ്രൽ ഓവർ c, നമുക്ക് താഴെ വേണ്ടത് എന്തായാലും z മൈനസ് ഐ, കാരണം z മൈനസ് z0 എന്നുള്ള ഫോമാണ് നമുക്ക് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പം ഈ z മൈനസ് ഐനെ മാത്രം താഴെ നിർത്തിക്കൊണ്ട് ഈ മറ്റേ ആളിനെ മുകളിലേക്ക് കൊണ്ടുപോവുക. അതായത് 1 ഡിവൈഡഡ് ബൈ z പ്ലസ് ഐ ഡിവൈഡഡ് ബൈ z മൈനസ് ഐ എന്ന് കൊടുക്കാമല്ലോ. ഇത് തന്നെയാണ് ഇത്. ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. dz എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് ഏത് ഫോമായി? ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് dz. ഈ ഒരു ഫോമിലേക്ക് അത് മാറിയില്ലേ? വേറെ z0 ഐയുമായി എഫ് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത്? എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ വന്ന ആൾ ആരാ? 1/z പ്ലസ് ഐ ആണ് വന്നിരിക്കുന്നത്. എഫ് ഓഫ് ഇസഡ് ഇതാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് z0 അല്ലേ നമുക്ക് ആവശ്യം. ഇവിടെ എഫ് ഓഫ് z0 ആവശ്യം, അതായത് എഫ് ഓഫ് ഐ വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? ഐ കൊടുത്താൽ മതി. ഐ പ്ലസ് ഐ വരും. ദാറ്റ് ഈസ് 1/2i എന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് z0 കിട്ടും. വെയർ z0 ഐ ആവുന്ന കേസ് മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് z0ന് 2 വാല്യൂസ് ഉണ്ട്, ഐയും മൈനസ് ഐയും. രണ്ടും നമ്മുടെ സിക്കുള്ളിലെ ആൾക്കാർ. അപ്പോൾ 2 നമ്മൾ നോക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് z -i വരുന്ന കേസാണ്. അപ്പോൾ z -i വരുന്ന കേസിൽ നമുക്കറിയാം, നമ്മുടെ ഫോമുലയെ നമ്മൾ 1/z² + 1 dz നമ്മൾ എന്താക്കി മാറ്റിയിരുന്നു? 1/z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ dz ഫോമാക്കി മാറ്റിയിരുന്നു. ഇവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് z എന്ന് പറയുന്നത് -i ആകുക. അപ്പം നമ്മുടെ ജനറൽ, അതായത് കോഷി റൈമാൻ ഇക്വേഷനകത്തിൽ ഇൻ്റഗ്രൽ
എങ്ങനെയായിരുന്നുള്ളത്? ഇൻ്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് ഫോമാണ് കിടക്കുന്നത്. അപ്പോൾ താഴെ എന്താ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ഇസഡ് നോട്ട് നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്ന മൈനസ് ഐ. അതായത് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ. അതായത് ഇസഡ് പ്ലസ് ഐ ആണ്. മൈനസൂടെ പ്ലസ് അല്ലേ? അതായത് നമ്മുടെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഇസഡ് പ്ലസ് ഐ ആണ് വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇസഡ് പ്ലസ് ഐ അവിടെ നിൽക്കട്ടെ. ബാക്കിയെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഐ ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് ഐ എന്ന് കൊടുക്കാമല്ലോ. ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ സംഭവം തന്നെയാണ് ഈ സംഭവം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തായി? എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഫോമിലേക്ക് ഇത് മാറിയില്ലേ? ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതാ ഇസഡ് മൈനസ് ഐ തന്നെയാണ്. ഇവിടുത്തെ ഇസഡ് നോട്ട് മൈനസ് ഐ ആണല്ലോ. ആ ഫോമിൽ തന്നെ വന്നില്ലേ? ഇവിടെ നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്താ വന്നിരിക്കുന്നത്? ഈ മുകളിൽ കിടക്കുന്ന ആൾ 1 ബൈ ഇസഡ് മൈനസ് ഐ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ത് വരും? ഇവിടെ ഇസഡ് നോട്ട് മൈനസ് ഐ അല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ മൈനസ് ഐ വരും. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2i എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? എഫ് ഓഫ് ഇസഡ് നോട്ട് എന്താണ്? ഐക്കും കിട്ടി, ദെൻ മൈനസ് ഐക്കും കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്കിനി എന്ത് ചെയ്യാം? നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 1 ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് ഇതാണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് വരും? 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? 1/2i ഉണ്ട്, 1 ബൈ മൈനസ് 2i. അപ്പോൾ രണ്ടും കൂടി പ്ലസ് ചെയ്യുക. 1/2i പ്ലസ് 1 ബൈ മൈനസ് 2i. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1/2i പ്ലസ് 1 ബൈ മൈനസ് 2i എന്ന് പറഞ്ഞാൽ 1/2i മൈനസ് 1/2i ഇൻറ്റു 0 വരത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ റീജിയൻ എന്താണെന്ന് നോക്കുക. അത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് വെക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇസഡ് നോട്ട് കണ്ടുപിടിക്കുക. ഇസഡ് നോട്ട് നമ്മൾ വരച്ച ഈ ഒരു റീജിയൻ ഉള്ളിലാണോ പുറത്താണോ എന്ന് കണ്ടുപിടിക്കുക. ഉള്ളിലാണെങ്കിൽ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാം. പുറത്താണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ വാല്യൂ 0 ആയിരിക്കും എന്ന് കിട്ടും. അപ്പം നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ നമ്മുടെ 2 വാല്യൂസും നമുക്ക് ഉള്ളിൽ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ 2 വാല്യൂസിനും നമ്മൾ എഫ് ഓഫ് ഇസഡ് നോട്ട് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ഇത് കുറച്ചധികം സ്റ്റെപ്പ് ഉള്ളതാണ്. ഇത് ചോദിക്കുവാണെങ്കിൽ തന്നെ ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിരുത്തിയാൽ നിങ്ങൾക്ക് നല്ലോണം മാർക്ക് നേടാൻ പറ്റും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്കുള്ള ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. സോ ഇതൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സി ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 3 ഡി ഇസഡ് വെയർ സി ഈസ് മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. ഇത് നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ റീജിയൻ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1. അതായത് സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ്? സെൻറ്റർ 0യും റേഡിയസ് 1ഉം. അപ്പോൾ അങ്ങനൊരു റീജിയൻ നമുക്ക് വരച്ച് നോക്കാം. സർക്കിള് സെൻറ്റർ ഒറിജിനിലായിരിക്കും. പിന്നെ 1 2 ഇവിടെ നിന്ന് -1 ഇവിടെ നിന്ന് -2. ദെൻ ഇമാജിനറി ലൈൻ i 2i, ഇവിടെ -i -2i. ഇനി നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ഇതാ ഇവിടെ ഒറിജിനിൽ വരും. റേഡിയസ് എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 റേഡിയസ്, സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും റേഡിയസ് 1, ഇങ്ങോട്ടും റേഡിയസ് 1. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇതാ ഇവിടെ വന്നു. ഇതാണ് നമ്മുടെ റീജിയൻ. നമ്മൾ റീജിയൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 3 ഡി ഇസഡാണ്. അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ആരാ? ഇസഡ് നോട്ട് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്?
നമ്മുടെ ഡിനോമിനേറ്ററിനെ എന്തുകൊണ്ട് ഇക്വേറ്റ് ചെയ്യും? 0 കൊണ്ട് ഇക്വേറ്റ് ചെയ്യും. z-3 = 0 മീൻസ് z = 3 എന്നല്ലേ വന്നിരിക്കുന്നത്. അതായത് z0ൻ്റെ വാല്യൂ നമുക്കിവിടെ ഒരെണ്ണേ ഉള്ളൂ. എന്ത്? 3 മാത്രമേ ഉള്ളൂ. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഈ z0 3 ആകുമ്പം അത് നമ്മുടെ ഈ റീജിയനുള്ളിലാണോ പുറത്താണോ? നമ്മുടെ 3 വരുന്നത് എവിടെയാണ്? z = 3 വരുന്നത് ദാ ഈ ഭാഗത്തല്ലേ വരുന്നത്? ഈ ഭാഗത്താണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിയുടെ പുറത്തല്ലേ കിടക്കുന്നത്. സോ നമ്മുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിന് പുറത്ത് കിടന്നാൽ പിന്നെ നമ്മൾ f(z0) നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സിയുടെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോമിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുറത്ത് കിടക്കുന്ന ആളുടേത് നോക്കുകയേ വേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് e⁻z/z-3dz എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് z0 ഇവിടെ ഒരു വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം നോക്കി. ഇനി വേറൊരു വാല്യൂ ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ അതും നോക്കണം. ഈ സിക്കുള്ളിലാണോ പുറത്താണോ? ഉള്ളിലാണെങ്കിൽ അതിൻ്റെ f(z0) കണ്ടുപിടിച്ച് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യണം. സോ ഇത് മനസ്സിരുത്തി പഠിക്കുക.